അരിയണ്ണ ഇതാ ഞാൻ പറഞ്ഞ സോഷ്യൽ കിച്ചൺ. കഴിഞ്ഞ 2-3 മാസം മുന്നേ വന്നു പാലക്കാട് വന്നല്ലോ. ആ സമയത്ത് ചെയ്ത സ്റ്റോറിയാ. അവന് വേറെ കടയുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാ പറഞ്ഞ. എടാ ഇതടാ ഈ മലമ്പുഴ റോഡല്ലേ പറഞ്ഞേ? മലമ്പുഴ റോഡ് ഒരു കടയുടെ തിന്നായിരിക്കുന്നു. നീ ലൊക്കേഷൻ പെട്ടെന്ന് അയക്ക്. വന്നിട്ടാറ് ഇതാ 1.5 കിലോമീറ്റർ ഉള്ളതാ. നേരെ വിട്ടാ മതി. വണ്ടി എടുത്തോ. വഴിയല്ല, ഞാൻ അവിടെ മലമ്പുഴ റോഡ് കണ്ടു, പക്ഷെ എനിക്ക് സ്ഥലം മനസ്സിലായില്ല. അത് വിളിച്ചത് സാരഥി. അപ്പൊ അരിയേട്ട ഇതാണ് ഞാൻ പറഞ്ഞ സെറ്റപ്പ്. അവിടെ കുറച്ചേ വരിക്ക് നിക്കണം, അവൻ നല്ല ഫുഡ് കിട്ടും. ആശാനെ ഞാൻ വിളിച്ചപ്പോ ഓടി വന്ന അവിടെ തിന്നിട്ട് പോവാന്ന്. പക്ഷെ തിരക്കുണ്ടോ? അങ്ങനെയൊന്നും കിട്ടില്ല ഫുഡ്. അത് 7 മണി 8 മണി സമയത്ത് ഒരു പൊതുവെ തിരക്കാണ്, കാരണം നല്ല ബ്രേക്ക്ഫാസ്റ്റാ, ഞാൻ ഗ്യാരണ്ടി. അപ്പം ഞാനേ ഒരു കാര്യം ചെയ്യാം, നിങ്ങളിങ്ങനെ വരിക്ക് നിൽക്കുക, ഞാൻ ഇപ്പോൾ അവിടെ പോയിട്ട് പോരാം. കേട്ടാ? അതേ സമയം കാര്യം തന്നെയാണല്ലോ അല്ലേ? അതന്നെ, സെയിം ടൈം. രാവിലെ 7 മണിയാമത്തെ എല്ലാം റെഡി ആവും, സെറ്റ് ആവും. രാത്രി 9 വരെ അതേ സെയിം ടൈമാണ്. അടുത്ത് നമ്മൾ മറ്റേ സാധാ ഗീ റോസ്റ്റ് പൂരി റേറ്റിന്റെ കാര്യം സെയിം തന്നെ. ഞാൻ പറയാൻ ഡ്രൈവർ ഹരിയേട്ടനോട് പറയായിരുന്നു, ഞാൻ 39, 49, 59 ആ റേറ്റിലാണ് കാര്യങ്ങൾ. അത് പാലക്കാട് വന്നു കഴിഞ്ഞാൽ നല്ല ഉടുപ്പി സ്റ്റൈലിലെ ഗംഭീരമായി ഭക്ഷണം കഴിക്കണമെങ്കിൽ സോഷ്യൽ കിച്ചൺ തന്നെ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. അത് കാരണം ഞാൻ ഉറപ്പാണ്, കാരണം ഇതവണ വന്ന് കഴിച്ചു പോയതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. എടുത്തെന്താ ഇത് മൈസൂർ ബോണ്ട എന്ന് പറയും, ഒന്ന് കഴിച്ചു നോക്കൂ. മധുരാണല്ലോ അല്ലേ? ഇതാണ് ബൺസ് റെഡിയാക്കി വെച്ച ബൺസ് കേട്ടോ. ശരിക്കും എണ്ണയിലാണ് ഉണ്ടാക്കുക, പക്ഷെ അതിൽ തീരെ ഓയിൽ ഉണ്ടാവില്ല, ഫുൾ ഡ്രൈ ആയിരിക്കും. ഇത് ഭാഷ വലിയ ഫുഡ് ഐറ്റം അല്ല. ഭാഷ കുക്ക് ചെയ്യുന്ന ആളല്ലേ? കാരണം ഇവന്റെ എല്ലാ ഐറ്റം മെനു ഒക്കെ ഓരോരോ പേരാ. ഞാനിപ്പോ എന്തോ വേറെ ഫുഡ് ഐറ്റാണ്, വല്ല മനസ്സിലായോ? ഇല്ല, ഒന്നും കുഴപ്പമില്ല, ക്ഷമിക്കോ. ഉടുപ്പി ബൺസിൻ്റെ ഒരു മേക്കിംഗ് ആണ് ഇത് വരുന്നത്. ഇത് നമ്മൾ ഒരു മൈദ, പഴം, അതുപോലെ തന്നെ അരിപ്പൊടി, ബട്ടർ അങ്ങനെയുള്ള ഐറ്റംസ് അതിൽ മിക്സ് ചെയ്തിട്ട് അത് ഉണ്ടാക്കാം. മധുരം ചെറിയൊരു പുളിപ്പുണ്ട്. വടയൊക്കെ ലൈവായിട്ട് കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് ആരെവിടെ? കണ്ണാടി പാലക്കാട് തന്നെ അല്ലേ? അപ്പൊ ടി വി ഓഫാന്ന് തോന്നുവോ? ഇല്ല, ഭാഗ്യം. അപ്പൊ പരിപാടി കാണണം കേട്ടോ. നമ്മളിങ്ങനെ ഇറങ്ങുക, ഭക്ഷണം കഴിക്കുക, വിശക്കല്ലേ, വിശപ്പിന്റെ അസുഖണ്ടേ. അന്ന് കഴിച്ച ഐറ്റം കുറച്ച് ഓർഡർ ചെയ്ത് കേട്ടോ. എടാ ഇത് നമ്മൾ അന്ന് കഴിച്ചായിരുന്നു ഓപ്പൺ അല്ലേ? ഇത് ഓപ്പൺ ബട്ടർ മസാല. ഇത് ഇതിന് 39, 49 എത്രയായിരുന്നു? ഇത് 49 രൂപ മസാല ദോശയ്ക്ക് കേട്ടോ. അല്ല ഞാനേ ഹരിയേട്ടാ ഇവിടെ വാന്ന് അവിടെ നിൽക്കുക, ഞാൻ നേരത്തെ നിർത്തിയതാ. ഇതൊക്കെ എന്ത് കഴിച്ചു നോക്കുകയാണെങ്കിൽ ഈ മൈസൂർ ബോണ്ടയ്ക്ക് ചമ്മന്തി കൂട്ടി കഴിക്കണല്ലേ പറയല്ലേ? കഴിച്ചു എങ്ങനെയുണ്ട് പറ, കൊള്ളാവോ? നോക്കേ മുതലാളി, നോക്കേ സത്യം പറടാ, കൊള്ളാവോ?
നമ്മളെ കായപ്പം ഐറ്റാണ്. കായപ്പത്തി കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള വേർഷൻ. ഇത് സാമ്പാർ വട. ഇത് 2 പീസ് എത്ര റേറ്റാ? 30 രൂപ. നോക്കട്ടെ. ഇടിയോട് സാമ്പാർ സ്വീറ്റ്നെസ് ഉണ്ടാവും. ശർക്കര ഉപയോഗിക്കും അല്ലേ? ശർക്കര ഉപയോഗിക്കും. റവ റോസ്റ്റ്. ഇത് റവ റോസ്റ്റ് സാധാരണ നമ്മളോട് കുറച്ചൊരു ക്രിസ്പ് സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ റവ റോസ്റ്റ് കുറച്ച് ക്രിസ്പി ടൈപ്പ് ആണ് വരിക. ഇത് ഭൂരി സാഗു എന്ന് പറയും. നോർമലി ഭൂരിക്കറി അല്ല വരുന്നത്. എല്ലാം നമ്മൾ ഉടുപ്പി സ്റ്റൈലാണല്ലോ കാര്യങ്ങൾ. ഉടുപ്പി സ്റ്റൈലാണ്. പൂരി 40 രൂപ. 40 രൂപ 3 പീസ്. പരിപ്പ് ഉപയോഗിക്കുമോ? പരിപ്പ് ഉപയോഗിക്കും. പാലൊഴിക്കും. അല്ലേ? അപ്പോൾ വന്നു കഴിഞ്ഞാൽ കഴിച്ചു പൊളിച്ചു പോകാം. എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു ഒന്നുകൂടെ പറ. ഇവിടെ നമ്മൾ വിക്ടോറിയ കോളേജിന്റെ അമ്പലത്തിൽ നിന്ന് എടുക്കുക. ശ്രീ ഗുരുവായൂരപ്പൻ അമ്പലം അല്ലേ? ഇതാണ് അമ്പലത്തിന്റെ ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത് തന്നെ അമ്പലം. സാമ്പാർ ഇഡ്ലി. ഇഡ്ലി റവ എന്ന് പറയും. അത് വെച്ചിട്ടാണ്. കോഫി നിങ്ങൾ ഒന്നും കഴിച്ചിട്ട് വന്നിട്ട് ഫിൽറ്റർ കോഫി കുടിക്കണം നിർബന്ധമായിട്ട്. കാരണം 10 രൂപയ്ക്ക് നമ്മളൊരു വർക്കിംഗ് ക്ലാസ് ഫോക്കസ് ചെയ്യുന്നത്. ഒരാൾക്ക് ഒരു നേരത്തെ മീൽ ഒരു 50 രൂപ കഴിക്കാൻ പറ്റണം. എന്തായാലും പൊളിക്കണം. എന്തായാലും തൽക്കാലത്തേക്ക് വിട്ടേക്കാം. ബൈ. ഓക്കെ ബൈ.